വിവിധ മേഖലകളിൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങൾ ആഘോഷമാക്കിയും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയും അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിന പ്രമേയം. ആഗോളതലത്തിൽ വനിതാ അവകാശ അജണ്ടയെ മാറ്റിമറിച്ച ബീജിംഗ് പ്രഖ്യാപനത്തിന്റെയും പ്രവർത്തനവേദിയുടെയും 30ാം വാർഷികം അടയാളപ്പെടുത്തുന്ന നിർണായക വർഷം കൂടിയാണ് 2025. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്ന ആശയത്തിലൂന്നിയായിരുന്നു രാജ്യത്തെ വനിതാ ദിനാഘോഷം. സ്ത്രീകളുടെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആഗോളതലത്തിൽ ആഘോഷിക്കുന്നത്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹ്യ സുരക്ഷയും വഹിക്കുന്ന നിർണായക പങ്കിനെ അടിവരയിടുന്നത് കൂടിയാണ് ഈ ദിനാചരണം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾക്കായുള്ള ഏറ്റവും പുരോഗമനപരവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതുമായ ബീജിംഗ് ഡിക്ലറേഷന്റെയും പ്ലാറ്റ്ഫോം ഫോർ ആക്ഷന്റെയും 30ാം വാർഷികം ആഘോഷിക്കുന്നതിനാൽ ഈ വർഷത്തെ ദിനാഘോഷം പ്രത്യേക പ്രാധാന്യമർഹിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യ തുടക്കം മുതലേ മറ്റ് രാജ്യങ്ങളെക്കാൾ മുന്നിലായിരുന്നു. എല്ലാ സ്ത്രീകൾക്കും വോട്ടവകാശം നൽകുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ന് വിദ്യാഭ്യാസം, സംരംഭകത്വം, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സ്ഥിരത, സാങ്കേതിക വിദ്യ തുടങ്ങിയ എല്ലാ മേഖലയിലും സ്ത്രീ പ്രാതിനിധ്യം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തെ പ്രഥമ വനിത ഉൾപ്പെടെ നേതൃനിരയിലെ സ്ത്രീ പങ്കാളിത്തം ഇന്ന് ഒരു സാധാരണ കാഴ്ചയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉന്നത വിദ്യാഭ്യാസത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം ഏകദേശം 32% വർദ്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ സ്ത്രീകളുടെ എണ്ണം 2014-15 1.57 കോടിയിൽ നിന്ന് 2021-22 2.07 കോടിയായി വർദ്ധിച്ചു. ഇന്ന് മെഡിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, കല തുടങ്ങിയ മേഖലകളിലും സ്ത്രീകൾ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച് മുന്നേറുകയാണ്. ചന്ദ്രയാൻ 3 ഉൾപ്പെടെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് ISROയിലെ വനിതാ ശാസ്ത്രജ്ഞർ. സർക്കാരിന്റെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് സ്ത്രീകൾ ഇന്ന് കുട്ടികൾക്ക് പോഷകാഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ സ്ത്രീകൾ ഇന്ന് സ്വന്തം വീടിനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സംഭാവന നൽകുന്നു. രാജ്യത്തുടനീളം 10 കോടിയിലധികം സ്ത്രീകളെ സ്വയം സഹായ ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിനായി. ഇത് അടിസ്ഥാന തലത്തിൽ സാമ്പത്തിക ശാക്തീകരണത്തിന് കാരണമാകുന്നു. ജൻധൻ യോജന പോലുള്ള പരിപാടികൾ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ പദ്ധതിക്ക് കീഴിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ 55%-ലധികം സ്ത്രീകളുടേതാണ്. ഗ്രാമ നഗര ഭേദമന്യേ സ്ത്രീകൾ ഇന്ന് ലിംഗ അസമത്വത്തിന്റെ ചട്ടക്കൂടുകളിൽ നിന്നും മോചിതരായി രാജ്യത്ത് സ്വതന്ത്രരായി മുന്നേറുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243D പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് സംവരണം നിർദ്ദേശിക്കുന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലെ 50% സീറ്റുകളും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഇത് ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകളെ നേതൃനിരയിൽ പ്രവർത്തിക്കാനും ശുചിത്വം, ജലസംരക്ഷണം, ഗ്രാമവികസനം എന്നീ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും പ്രാപ്തരാക്കുന്നു. ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ സ്ത്രീകൾ നയിക്കുന്ന സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വിപ്ലവകരമായ സംരംഭമാണ് നമോ ഡ്രോൺ ദീദി. കാർഷിക മേഖലയിലെ സ്ത്രീ മുന്നേറ്റത്തെ കൂടി അടയാളപ്പെടുത്തുന്ന പദ്ധതികളിൽ ഒന്നാണിത്. ഇന്ന് സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങൾ വനിതാ സംരംഭകരെ പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം മൊത്തം 75,935 അംഗീകൃത സ്റ്റാർട്ടപ്പുകളിൽ കുറഞ്ഞത് ഒരു വനിതാ ഡയറക്ടറെങ്കിലും ഉൾപ്പെടുന്നു. ഇത് രാജ്യത്തെ വനിതാ സംരംഭകരുടെ എണ്ണത്തിലുണ്ടായ വർധനവിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. PV സിന്ധു, മേരി കോം, വിനേഷ് ഫോഗട്ട്, മിതാലി രാജ് തുടങ്ങിയവർ ബാഡ്മിന്റൺ കോർട്ടുകൾ മുതൽ ബോക്സിംഗ് റിങ്ങുകൾ വരെ ഏതു മേഖലയും സ്ത്രീകൾക്ക് കീഴടക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒളിമ്പിക്സ് താരങ്ങളാണ്. പ്രാതിനിധ്യം കുറഞ്ഞ മേഖലകളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന വിജ്ഞാൻ ജ്യോതി, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, PM മുദ്ര പദ്ധതി, പ്രധാനമന്ത്രി ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ, വനിതാ ശാക്തീകരണത്തിനായുള്ള സങ്കൽപ് ഹബ്ബുകൾ തുടങ്ങിയ എണ്ണമറ്റ പദ്ധതികൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ചാലകശക്തികളായി മാറിക്കഴിഞ്ഞു.
സാമ്പത്തിക പങ്കാളിത്തം മുതൽ സുരക്ഷ വരെ, ഡിജിറ്റൽ ഉൾച്ചേർക്കൽ മുതൽ വിദ്യാഭ്യാസം വരെയുള്ള സർക്കാർ സംരംഭങ്ങൾ വനിതകളുടെ ജീവിതത്തിൽ ഗണ്യമായ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. രാജ്യത്തെ സ്ത്രീകളുടെ ഭാവി ശോഭനമാണെന്ന് മാത്രമല്ല, ഇന്ന് അവൾ അത് രൂപപ്പെടുത്തുന്നതിലും സുപ്രധാന പങ്കുകൂടി വഹിക്കുന്നു.